ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് മഷ്റൂം ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് 1/2 കിലോ മഷ്റൂം, ബട്ടൺ മഷ്റൂമാണ്. സ്കിന്ന് കളഞ്ഞ് ചെളി കളഞ്ഞ് 3 പ്രാവശ്യം വാഷ് ചെയ്തെടുത്ത് വെക്കുക. 4 സബോള അരിഞ്ഞെടുക്കുക, 2 തക്കാളി, 4 പച്ചമുളക്, 10 അല്ലി വെളുത്തുള്ളി, 1.5 ഇഞ്ച് നീളമുള്ള ഇഞ്ചി കഷ്ണം, കുറച്ച് കുരുമുളക്. ഇവ മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുക. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിലോട്ട് 3 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കുക. ഗീ ഇല്ലെങ്കിൽ അതിന് പകരം 1.5 ടേബിൾ സ്പൂണ് ബട്ടറും 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ജാതിപത്രി, ഏലക്ക ഇവയെല്ലാം ഇട്ട് കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വിട്ട സവോള ഇട്ടിട്ട് ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റുക. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇനി സബോള ഇട്ട് നമുക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2.5 ഗ്ലാസ് അരി കുതിരാൻ വേണ്ടി അരമണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് 2.5 ഗ്ലാസ് അരിക്ക് 3.25 ഗ്ലാസ് വെള്ളം ബോയിൽ ചെയ്യാൻ വെക്കുക. ഇനി സബോള, വെളുത്തുള്ളി വഴറ്റിയ മിക്സിലേക്ക് 2 തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ വഴറ്റി അലിയിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 1 പിടി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. 1 മുറി നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കൂണിനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. 10 മിനിറ്റ് നമുക്ക് വഴറ്റാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ബട്ടറിൽ ഉപ്പുള്ളതാണ്. സബോള വഴറ്റുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. ഇപ്പോൾ കൂണിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആകെ 1.5 ടീസ്പൂൺ ഉപ്പായി. ഈ തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് ഇച്ചിരി നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. 1/2 നാരങ്ങയുടെ. 10 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് വഴറ്റാം. 1/2 ടീസ്പൂൺ ഷാജീരകം ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ക്രഷ് ചെയ്ത ജാറ് കഴുകി ഒഴിച്ചതാണ് ഈ വെള്ളത്തിൽ. ഈ വെള്ളം നമുക്കിനി ബിരിയാണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കുക്കറിനെ 2 വിസിലടുപ്പിക്കാം.